പുലികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ആടുകളെ കാട്ടിലോട്ട് അയച്ചു കൊടുക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിക്കുന്നു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് മഹാരാഷ്ട്ര വനംവകുപ്പ് മന്ത്രി അറിയിച്ചത്. പുലികളെ വന്ധ്യംകരിക്കാനുള്ള പദ്ധതികളും മഹാരാഷ്ട്ര വനംവകുപ്പിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന പരിപാടിയാണെന്ന് അറിയാൻ വേണ്ടി ശ്രീനാഥ് ചന്ദ്രനോട് ചോദിക്കാം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. എന്തായാലും ഈ അപാരമായ ബുദ്ധിയാ, ഈ ആടുകൾക്ക് അവകാശമില്ലെന്ന് നീ ആൾക്കാർ പറയില്ലേ? ഇത് എസ്കെൻ, സമീപകാലത്ത് മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ പുലിയുടെ ആക്രമണം വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ പൂനെയും നാസിക്കും ഒക്കെ നോക്കിയാൽ അവിടെ ചെറിയ കുട്ടികളടക്കം പുലി കടിച്ചു കൊണ്ടുപോകുന്നതും കൊലപ്പെടുത്തുന്ന സംഭവമൊക്കെ ആവർത്തിക്കുകയും പിന്നീട് വലിയ പ്രതിഷേധവുമൊക്കെ ഈ മേഖലകളിലൊക്കെ ഉണ്ടായതുമാണ്. എന്തിനേയും ഈ മന്ത്രി ഇക്കാര്യം അറിയിക്കുന്നത് ഇന്നലെ നിയമസഭയിലാണ്. ശൈത്യകാല സമ്മേളനം നടക്കുന്നതിനിടെയാണ് മന്ത്രി ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ, പുലിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം NCP MLA ജിതേന്ദ്ര അവാദ് ചോദിച്ചപ്പോൾ അതിന് മറുപടി സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എന്നാൽ ഈ ചർച്ച നടക്കുമ്പോൾ പോലും റായ്ഗഡിൽ പുലി ഇറങ്ങുകയും അവിടെ 5 പേരെ പുലി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുലി ഓടിപ്പോയിട്ടുണ്ട്. അതിനെ കണ്ടെത്താൻ ഇന്നും അവിടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും പുലിയെ എങ്ങനെ നേരിടാമെന്ന ചോദ്യത്തിനാണ് ഗണേഷ് നായിക്, ഇവിടുത്തെ വനം മന്ത്രി, പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചത്. പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ 25 ലക്ഷം രൂപ വീതം നൽകണം. 4 പേരെ കൊന്നാൽ 1 കോടി രൂപ സർക്കാരിന് ചെലവാകും. അങ്ങനെയെങ്കിൽ 1 കോടി രൂപയ്ക്ക് ആടുകളെ വാങ്ങിച്ച് കാട്ടിലേക്ക് അയച്ചാൽ ഈ പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒഴിവായി കിട്ടില്ലേ എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു നിർദ്ദേശം താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പദ്ധതി നടപ്പാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് മന്ത്രി ഗണേഷ് നായിക് പറയുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഈ ഇവിടെയുള്ള പുലികളെ വന്ധ്യംകരിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ 5 പുലികളെ വന്ധ്യംകരിക്കാനുള്ള അനുമതിയാണ് നൽകിയത്. അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വന്ധ്യംകരിച്ചാലും 3 വർഷം അതേക്കുറിച്ചൊരു പഠനം, ഇത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പഠിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതിനുശേഷമായി കൂടുതൽ പുലികളെ വന്ധ്യംകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത്രയും സമയം ഇനിയും നഷ്ടമാകും. അതുകൊണ്ടാണ് വന്ധ്യംകരിക്കുന്നതിനപ്പുറത്തേക്ക് പുലികൾക്ക് ഭക്ഷണം കാട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കാം, അവർ നാട്ടിലേക്ക് ഇറങ്ങും തടയാം എന്നൊരു ബുദ്ധി ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള നടപടികളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നും വനം മന്ത്രി ഗണേഷ് നായിക് ഇന്നലെ നിയമസഭയിൽ അറിയിച്ചു. എസ്കെൻ, ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.